കൃഷ്ണ. ഇന്ന് കണ്ണനെ കരയിപ്പിച്ച പച്ചമുളകിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാനൊന്നും കൂടെ പറയാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഒരിക്കൽ നന്ദഭവനത്തിൽ ഒരു സായങ്കാലം കഴിഞ്ഞ് അത്താഴമുണ്ണുന്ന സമയമായിരുന്ന വേളയിൽ ഭയങ്കര ചിരിയും സന്തോഷമായിരിക്കുന്ന സമയമായിരുന്നു. ആ സമയം അമ്മ യശോദമ്മ ചപ്പാത്തിയും കറിയും കണ്ണന് കഴിക്കാനും വേണ്ടി കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളും പിന്നെ വെണ്ണയായിട്ട് കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ കുഞ്ഞുകണ്ണന് ഭയങ്കര ഇഷ്ടമല്ലേ വെണ്ണ. ആ വെണ്ണയും പിന്നെ ചപ്പാത്തിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണാം, നോക്കിയപ്പോൾ എന്താ നന്ദമഹാരാജാവിൻ്റെ പ്ലേറ്റിനകത്തിരിക്കുന്ന എനിക്ക് വെക്കാത്തൊരു സാധനം, ഇത് കളർഫുള്ളായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഇതെന്താണാവോ എന്നും പറഞ്ഞിട്ട് അത് നോക്കുന്ന സമയത്ത് നന്ദമഹാരാജാവിനും യശോദമ്മയ്ക്കും മനസ്സിലായി ഈ കണ്ണൻ എന്തിനകത്തോട്ടാണ് നോക്കുന്നത്. നോക്കിയപ്പോൾ എന്താ, ആ പച്ചമുളകിലോട്ടാണ്. ആ കടുത്ത പച്ച നിറമുള്ള ആ മുളകിലോട്ട് തന്നെയാണ് കണ്ണൻ്റെ നോട്ടം. കണ്ണൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യശോദമ്മയും നന്ദമഹാരാജും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കണ്ണാ നിനക്ക് ഇത് കഴിക്കാൻ പറ്റൂല, ഭയങ്കര എരിയുള്ള സാധനമാണ്, ഇത് മധുരമുള്ളതൊന്നുമല്ല, നീ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും കണ്ണൻ്റെ വിചാരം എന്താ, എനിക്ക് കഴിക്കാൻ പാടില്ലാത്തത് എന്ത് സാധനമാ അച്ഛൻ എനിക്ക് തരാതെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്തോ ഒരു പ്രത്യേകതയുള്ള സാധനം, എന്തോ നല്ല മധുരമുള്ള സാധനമാണെന്ന് വിചാരിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഫുള്ളും കണ്ണൻ ഈ പച്ചമുളകിനെ കുറിച്ച് തന്നെയായിരുന്നു ചിന്ത. പിറ്റേന്നും അതേ സമയമായപ്പോഴത്തേക്ക് അമ്മ കണ്ണനെ വിളിച്ച്, കണ്ണ ഓടി വരൂ, നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ പറഞ്ഞു, വേണ്ട അമ്മ, എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല, ഇപ്പം വിശപ്പില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ യശോദമ്മയും നന്ദമഹാരാജും കൂടെ ചപ്പാത്തിയൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലുള്ള പച്ചമുളകും കാര്യങ്ങളും ഒക്കെ കളർഫുള്ളായിട്ടിരിക്കുന്ന കണ്ടു കണ്ണൻ. അപ്പോൾ കണ്ണൻ എന്താ ചെയ്തെന്നറിയാമോ, കണ്ണൻ പെട്ടെന്ന് എല്ലാവരുടെ കണ്ണ് വെട്ടിച്ച് ഉടനെ ഓടിച്ചെന്ന് ആ പച്ചമുളക് എടുത്ത് പെട്ടെന്ന് വായിലിട്ട് ചവച്ചരച്ച് എന്നും പറഞ്ഞിട്ട് ഇറക്കിയതും അയ്യോ ഇട്ടോ എന്നും പറഞ്ഞൊരു നിലവിളി. കണ്ണൻ്റെ കത്ത് അമ്മേ എൻ്റെ നാവിന് തീ പിടിച്ചേ പൊള്ളുന്നേ എന്നും പറഞ്ഞിട്ട് ഭയങ്കര നിലവിളി. ഉടനെ യശോദമ്മയും നന്ദമഹാരാജാവും ഓടി കണ്ണനെ എടുത്ത് മടിയിലെടുത്തി വിവിധങ്ങളായിട്ടുള്ള, ഇത് കേട്ട ഉടനെ ഗോപന്മാരും ഗോപസ്ത്രീകളും അവിടെ എല്ലാവരും നിന്ന് വിവിധങ്ങളായ മധുര പലഹാരങ്ങൾ, വെണ്ണ, നെയ്യ്, പാൽപ്പായസം, തൈര് സാദം, ഇഷ്ടം പോലെ എന്തെല്ലാം സാധനമുണ്ടോ മധുരമായിട്ടുള്ളത് അത്രയും കൊണ്ടുവന്ന് കണ്ണൻ്റെ ഒക്കെ ആ കുഞ്ഞു വായനകത്ത് വെച്ച് കൊടുത്തു. അതും എല്ലാം കഴിച്ചിട്ട് ഒന്നും കണ്ണന് ഭയങ്കരമായിട്ട് എരിവ് കൂടുന്നില്ല, അത് കുറയുന്നില്ല. ഉടനെ നന്ദമഹാരാജ് പറഞ്ഞു, ഹേ പച്ചമുളകേ, നീ എന്തായാലും നീ വിചാരിച്ച പന്തയത്തിൽ നീ വിജയിച്ചിരിക്കുന്നു കേട്ടോ, എൻ്റെ കണ്ണനെ തോപ്പിച്ചു. നീ എത്ര നാളുകൊണ്ട് വിചാരിച്ചുകൊണ്ടിരുന്ന പച്ചമുളക് നീ കഴിപ്പിക്കൂന്ന് ഇന്ന് വിചാരിച്ച ആ പന്തയത്തിൽ നീ വിജയിച്ചല്ലോ, നിനക്ക് സമാധാനമായല്ലോ. ഇത് കേട്ട ഉടനെ ആദ്യമേ കണ്ണന് ഭയങ്കര ദേഷ്യവും വിഷമമൊക്കെ വന്നെങ്കിലും കണ്ണന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ മൊത്തം ഇത് കേട്ട ഉടനെ ഗോപന്മാരും ഗോപസ്ത്രീകളും യശോദമായി കക്കാന്ന് പറയും ഭയങ്കര ചിരിയായി. ആ ചിരിച്ചതോട് ആദ്യമൊക്കെ കണ്ണ് വിചാരിച്ച് ഇതെന്താ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നത്, എന്നെ കളിയാക്കിക്കൊണ്ട് ആദ്യമേ കണ്ണന് ഭയങ്കര ദേഷ്യം വിഷമമൊക്കെ. എന്നാൽ എല്ലാവരുടെ മുഖത്ത് ആ ചിരി തെളിഞ്ഞപ്പോഴത്തേക്ക് കണ്ണൻ്റെ ഭയങ്കര ആ മുഖമെല്ലാം വിടർന്ന് സന്തോഷമായി. കണ്ണനെ ആരും കരയുന്നത് ഇഷ്ടമില്ല, കണ്ണനെല്ലാവരും ചിരിച്ച് സന്തോഷമായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. എൻ്റെ കണ്ണ് അത്ര കരുണാമയനാണ്. ഹരേ കൃഷ്ണ. രാധേ രാധേ ശ്യാം.